അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കീമ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്കായിട്ട് 2.5 കപ്പ് അരച്ച് പേസ്റ്റ് ആക്കിയെടുത്ത ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലൊന്നുമില്ലാത്ത ചിക്കൻ്റെ പീസുകൾ കേട്ടോ. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഒരു പാനിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് അതിലേക്ക് 3 ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് 4 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 ഉള്ളി ഇതേപോലെ വഴറ്റിയെടുക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1 തക്കാളി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാനും പിന്നെ 1 തക്കാളി ഇതേപോലെ വഴറ്റിയെടുക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വലിയ സ്പൂണിന് ചേർത്ത് കൊടുക്കുക കേട്ടോ, 2 സ്പൂണ്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുമോ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ബാക്കി തക്കാളിയിലെ അരച്ച് വെച്ച തക്കാളി അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതും ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ മസാലപ്പൊടികളൊക്കെ ഇട്ട സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് വിട്ടുപോയതാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ 2 കപ്പ് ചേർത്ത് കൊടുത്തതാണ്. 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് കുക്കാക്കി എടുക്കാൻ. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക, അതേപോലെ പുതിനയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ടൈമിലാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ പൊടികളൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ തയ്യാറായി വരുമ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്, പട്ട ഏലക്ക ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക, അല്പം വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് അരി നന്നായിട്ട് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ 20 മിനിറ്റ് അരി സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അരി കുക്കായിട്ട് കിട്ടും. ഇതിലേക്ക് അല്പം ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന്ന് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, ഗരം മസാല ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ദമ്മിട്ടെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പി തന്നെയല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.